പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ നേരത്തെ കണ്ട പോലുള്ള കേസല്ല. കാരണം ഇവിടെ ടാക്സ് ഉണ്ട്. ടാക്സ് ഉള്ളതിനെ കൊണ്ട് തന്നെ എന്തുണ്ട്, ഇവിടെ കെ ഡി നിങ്ങൾ പിന്നെ സാധാ കെ ഡി ആയിരിക്കില്ല. അതായത് ജസ്റ്റ് നമ്മൾ ക്വസ്റ്റിനിൽ വന്നിട്ടുള്ള ഈ 10% ആയിരിക്കില്ല യഥാർത്ഥ കെ ഡി എന്ന് പറയുന്നത്. കാരണം നമ്മൾ കെ ഡി എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. കെ ഡി എന്താണ്? കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഈസ് ഈക്വൽ ടു ഇൻട്രസ്റ്റ് ഇൻറ്റു 1 മൈനസ് ടാക്സ് ഡിവൈഡഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഇൻട്രസ്റ്റ് ഇൻറ്റു 1 മൈനസ് ടാക്സ്, അതായത് ടാക്സിൻ്റെ എഫക്റ്റ് കൂടി കുറച്ചിട്ടുള്ളത്, ടാക്സ് സേവിങ് കുറച്ചിട്ടുള്ളതാണ് എന്ത്, നമ്മുടെ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കെ ഡി കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക? ഇൻട്രസ്റ്റ് ഇൻറ്റു 1 മൈനസ് ടാക്സ് ചെയ്യുന്നു. അതായത് അതാണ് നമുക്ക് നെറ്റായിട്ട് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത്. മറ്റേത് നമ്മൾ എന്താണ്, ടാക്സ് സേവിങ് ആണ്. അപ്പം അത് ഡിവൈഡഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ് ആയിരിക്കും എന്ത്, കെ ഡി എന്ന് പറയുന്നത്. അപ്പം അതിനെ നമുക്ക് ഇപ്പോൾ ഓൾറെഡി ഈ നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുന്നത് മാർക്കറ്റ് വാല്യൂ മാത്രമാണ് തന്നിട്ടുള്ളത് വെച്ചാൽ, ഡെപ്റ്റിൻ്റെ കേസിൽ മിക്കവാറും എന്തായിരിക്കും, ആ എത്രയാണോ ഡെപ്റ്റ് എന്ന് പറയുന്നത് അത് തന്നെ ആയിരിക്കും നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഈ കേസിൽ 1 lakh ആണ് നമ്മൾ എക്സാമ്പിൾ നോക്കിയത്. അപ്പോൾ 1 lakh ആണ് ഇവിടെ നെറ്റ് പ്രൊസീഡ്സ് വരുന്നത്. അപ്പോൾ ഇവിടെ എത്രയാണ് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്? 5% ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നേരെ ഇതിനെ ആഫ്റ്റർ ടാക്സിലേക്ക് മാറ്റാൻ വേണ്ടി, അതായത് കെ ഡി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കെ ഡി ആഫ്റ്റർ ടാക്സ് ഈസ് ഈക്വൽ ടു ഇൻട്രസ്റ്റ് 10% ആണ് നമ്മൾ കണ്ടത്. 10% ഇൻറ്റു 50%. 50% എന്ന് പറഞ്ഞാൽ 1 മൈനസ് ടാക്സ് ആണ്. ഇസ് ഈക്വൽ ടു 5%. 5% ആണ് എന്ത്, കെ ഡി വരുന്നത്. കെ ഡി വരുന്നത് 5% ആണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ വാല്യൂ ഓഫ് ഡെപ്റ്റ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. വാല്യൂ ഓഫ് ഡെപ്റ്റ് ഈസ് ഈക്വൽ ടു ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ കെ ഡി എന്ന് നമ്മൾ കണ്ടു. കെ ഡി എന്നാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്താണ് വരിക? ഇൻട്രസ്റ്റ് എത്രയാണ് ഇവിടെ വരുന്നത്? ഇൻട്രസ്റ്റ് 10,000 ആണ് വരുന്നത്. 10,000 ഡിവൈഡഡ് ബൈ 5% ഇസ് ഈക്വൽ ടു 2 lakh ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുക? വാല്യൂ ഓഫ് ഡെപ്റ്റ് വരിക. ഇതാണോ വാല്യൂ വരുന്നത്? നെവർ. ഇങ്ങനെ ഒരിക്കലും വരില്ല. ഇത് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് ഇങ്ങനെ. അതായത് വാല്യൂ ഓഫ് ഡെപ്റ്റ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ കെ ഡി വെച്ചിട്ടല്ല, അതായത് ബിഫോർ ടാക്സ് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഡെപ്റ്റും ഇൻട്രസ്റ്റും ഒക്കെ എവിടെ വരുന്ന ഐറ്റംസ് ആണ്? നമ്മളെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ എവിടെയാണ് ഇതൊക്കെ വരുന്നത്? EBIT കഴിഞ്ഞിട്ട് ഇൻട്രസ്റ്റ് വരുന്നു, ഇൻട്രസ്റ്റ് കഴിഞ്ഞിട്ട് EBT വരുന്നു, ഇതിൻ്റെ മുകളിൽ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ ഇത് എവിടെയാണ് വരുന്നത്? അതായത് EBT ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ബിഫോർ ടാക്സ് ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂ, ഡെപ്റ്റിൻ്റെ വാല്യൂ നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ ബിഫോർ ടാക്സിലുള്ള കോസ്റ്റാണ് എടുക്കേണ്ടത്. അതായത് വാല്യൂ കാണാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ വാല്യൂ കാണുന്നതെങ്കിൽ ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ്, അല്ലെങ്കിൽ ബിഫോർ ടാക്സ് കെ ഡി എന്ന് വേണമെങ്കിൽ പറയാം. അതായത് കെ ഡി ബിഫോർ ടാക്സ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിൻ്റെ മുമ്പുള്ള കെ ഡി ആയിരിക്കും എന്തെന്ന് പറയുന്നത്, ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ് 1 lakh ആണ്. 1 lakh ഡിവൈഡഡ് ബൈ 10% ഈസ് ഈക്വൽ ടു ഇൻട്രസ്റ്റ് 10,000 ആണ്. 10,000 ഡിവൈഡഡ് ബൈ 10% ഈസ് ഈക്വൽ ടു 1 lakh. 1 lakh ആണ് വാല്യൂ ഓഫ് ഡെപ്റ്റ് വരുന്നത്. ഓക്കെ, ഇത് തന്നെയാണല്ലോ നമ്മുടെ വാല്യൂ ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. ഡെപ്റ്റിൻ്റെ കേസിൽ മിക്കവാറും കേസിൽ എന്തായിരിക്കും, നമ്മുടെ ഓൾറെഡി എത്രയാണോ ഡെപ്റ്റ് ഉള്ളത്
ആ ഡെപ്റ്റിൻ്റെ വാല്യൂ തന്നെ ആയിരിക്കും എന്തെന്ന് പറയുന്നത് അതിൻ്റെ മാർക്കറ്റ് വാല്യൂ, അതായത് വാല്യൂ ഓഫ് ഡെപ്റ്റും അത് തന്നെ ആയിരിക്കും. അല്ലാതെ നമ്മളൊരു ഇപ്പോൾ 10 ലാഖിന് ഡെപ്റ്റ് എടുത്താൽ അതിന് 20 ലാഖ് വാല്യൂ ഉണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് ഡെപ്റ്റ് അല്ലേ. ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് സോഴ്സ് ഓഫ് ഫണ്ടാണ്. അപ്പം അതിനെ അത്രേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, വാല്യൂ ചെയ്യുള്ളൂ. എത്രയാണോ നമ്മൾ എടുത്തത് അത്ര തന്നെ ആയിരിക്കും അതിൻ്റെ വാല്യൂ. പിന്നെ വാല്യൂ കൂടുന്നത് വാല്യൂ ഓഫ് ദ ഫേമിലായിരിക്കും. ഈ വാല്യൂ കൂടുന്നത് ഡെപ്റ്റ് എടുത്തതിനെ കൊണ്ട് നമുക്കൊരു ബെനിഫിറ്റ് കിട്ടും. ആ ബെനിഫിറ്റ് നമ്മുടെ വാല്യൂ ഓഫ് ദ ഫേമിലായിരിക്കും കൂടുന്നത്. അതായത് കെയിൻ്റെ ആ കോസ്റ്റ് കുറയുന്നു, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയുന്നത് കൊണ്ട് എന്ത് ചെയ്യുന്നു, വാല്യൂ ഓഫ് ദ ഫേമിൽ കുറച്ച് ഇൻക്രീസ് വരുന്നു. അതിനെയാണ് നമ്മൾ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്നൊക്കെ നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഡെപ്റ്റ് യൂസ് ചെയ്യുമ്പം നമുക്കൊരു ടാക്സിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടും. അപ്പോൾ ആ അഡ്വാൻറ്റേജ് കൊണ്ടുണ്ടാകുന്ന വാല്യൂ കൂടുതലാണ് എന്തെന്ന് പറയുന്നത് പിന്നെ ഇതിലുള്ള ഇൻട്രസ്റ്റ്, അതായത് ഡെപ്റ്റ് ഇൻറ്റു ടാക്സ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പം അതെന്താണ്, ഡെപ്റ്റിൻ്റെ വാല്യൂ കൂടുന്നതല്ല. അതായത് നമ്മൾ ഡെപ്റ്റിൻ്റെ വാല്യൂ നോക്കുമ്പം ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മൾ നോക്കുമ്പം ഡെപ്റ്റിൻ്റെ വാല്യൂ എപ്പോഴും നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള വാല്യൂ തന്നെയാണ് എടുക്കുക. അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ് ഡിവൈഡ് ബൈ ഒരിക്കലും KD ആഫ്റ്റർ ടാക്സ് എടുക്കരുത്. അപ്പം ക്വസ്റ്റ്യന് ഫുള്ള് ആൻസർ ഫുള്ള് തെറ്റിപ്പോകും. എന്താണ് ഇതിൻ്റെ ബിഹൈൻഡ് കോൺസെപ്റ്റ് എന്ന് മനസ്സിലായോ? ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇനിയും കുറേ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഏതാണ്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി നമ്മൾ അപ്പം ഈ KD ബട്ട് ആഫ്റ്റർ ടാക്സ് KD ആയിരിക്കും നമ്മൾ എന്തിനെടുക്കേണ്ടത്, ഫോർ കോസ്റ്റ് കമ്പ്യൂട്ടേഷൻ weighted average cost of capital computation. അതായത് ആഫ്റ്റർ ടാക്സ്, ഈ KD ആഫ്റ്റർ ടാക്സ് ആയിരിക്കും നമ്മൾ എവിടെ എടുക്കുന്നത്, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്ന ടൈം നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അത് ഓക്കെ ആണോ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് നമ്മളൊരു ക്വസ്റ്റ്യനിലൂടെ നമുക്ക് നോക്കിയിട്ട് മനസ്സിലാക്കാം എന്താണ് ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. ഇതുപോലത്തെ ക്വസ്റ്റ്യനാണ് നമുക്ക് എക്സാമിന് വരാറുള്ളത്. ഇത് കുറേ RTP MTPസിലൊക്കെ ഉള്ളതാണ്. ഇത് ഒരു RTP ക്വസ്റ്റ്യനാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 8. A limited and B limited are identical in every respect എക്സെപ്റ്റ് ക്യാപിറ്റൽ സ്ട്രക്ചർ അല്ലാത്ത രീതിയിലൊക്കെ ഐഡൻറ്റിക്കൽ ആണ്. A limited does not employ debt in its capital structure whereas B limited employs 12% debentures amounting to 10 lakh. Assuming that all assumptions of approach have been complied with, assumptions of approach എല്ലാം കംപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇൻകം ടാക്സ് റേറ്റ് ഈസ് 30%. ഇൻകം ടാക്സ് റേറ്റ് തന്നതിനെ കൊണ്ട് ഇത് ഏതാണ്, വിത്ത് ടാക്സ് ആണ് വരുന്നത്. ഓക്കെ, EBIT ഈസ് 2,50,000 per annum. The equity capitalization rate of A limited is 20%. Calculate the average value of both the companies and find the weighted average cost of capital for both the companies. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ കോൺസെപ്റ്റ് വെച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. ഈ ഒരു സ്ഥലത്ത് മിക്കവാറും ആൾക്കാർക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനെ കൊണ്ടാണ് ഞാൻ എന്തെന്ന് പറയുന്നത്, ഈ ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ് ആണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ വാല്യൂ ഓഫ് ഡെപ്റ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞത്. ഓക്കെ, അത് നമ്മളിവിടെ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവും. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് എന്താണ്, കാൽക്കുലേറ്റ് ദ ആവറേജ് വാല്യൂ ഓഫ് ബോത്ത് ഓഫ് ദ കമ്പനീസ്. രണ്ട് കമ്പനീസിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പം നമ്മൾ എന്താണ്, വാല്യൂ ഓഫ് ദ ഫേം എന്താണ്, വാല്യൂ ഓഫ് ദ ഫേം ആദ്യം നമുക്ക് അൺലിവേർഡ് ഫേമിൻ്റെ കണ്ടുപിടിക്കാം.
അൺലിവേർഡ് ഫേം. ഇവിടെ ഏതാ അൺലിവേർഡ് ഫേം? എ ലിമിറ്റഡ് ഡസ് നോട്ട് എംപ്ലോയി ഡെപ്റ്റ് ഇൻ ഇറ്റ്സ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഡെപ്റ്റ് ഇല്ലാത്തത് എ ലിമിറ്റഡ് ആണ്. ഓക്കെ, അപ്പം അതിൽ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? EAT ഡിവൈഡഡ് ബൈ KO. അല്ലെങ്കിൽ EAT വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ടാക്സ് ഉള്ള കേസിൽ നമ്മൾ ടാക്സ് മൈനസ് ചെയ്തിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഏണിങ്സ് എന്ന് പറയുന്നത്. അല്ലെ, ടാക്സ് നമ്മളെ എക്സ്പെൻസ് ആണ്, അത് കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതായിരിക്കും നമ്മുടെ ഏണിങ്സ്. ഓക്കെ, അപ്പം ആ ഏണിങ്സ് ഡിവൈഡ് ബൈ KO ആണ് ചെയ്യുക. KO എന്താണ്? ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പം അൺലിവേർഡ് ഫോമിൽ എന്താണ്? KO ഈക്വൽ ടു KE ആയിരിക്കും, കാരണം അതിൽ ആകെ ഇക്വിറ്റി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനെക്കൊണ്ട് ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് എത്രയാണ് വരുന്നത്? 2,50,000 ഇൻറ്റു 1 മൈനസ് 0.3 എന്ന് വരും, ഡിവൈഡഡ് ബൈ KE എത്രയാണ്? 20% ഇസ് ഈക്വൽ ടു 2,50,000 into 70% divided by 20% is equal to 8,75,000 എന്ന് വരും. 8,75,000 ആണ് എന്തെന്ന് പറയുന്നത്, വാല്യൂ ഓഫ് അൺലിവേർഡ് ഫേം എന്ന് പറയുന്നത്. ഇനി വാല്യൂ ഓഫ് ലിവേർഡ് ഫേം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? Value of livered firm is equal to value of unlivered firm plus debt into tax rate. ഓക്കെ ആണല്ലോ? വാല്യൂ ഓഫ് അൺലിവേർഡ് ഫോം എത്രയാണ്? 8,75,000 പ്ലസ് ഡെപ്റ്റ് എത്രയാണുള്ളത്? ഡെപ്റ്റ് എത്രയാണ്? 10 lakh ആണ്. 10 lakh ഇൻറ്റു 30% ഇസ് ഈക്വൽ ടു ടോട്ടൽ വാല്യൂ എത്രയാണ് വരുന്നത്? 11,75,000. ഓക്കെ, അപ്പം നമുക്ക് എന്ത് കിട്ടി? രണ്ടിൻ്റെയും വാല്യൂ ഓഫ് ദ ഫേം കിട്ടി. ഓക്കെ, അപ്പോൾ അതങ്ങനെ കിട്ടി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്? ഫൈൻഡ് ദ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഫോർ ബോത്ത് കമ്പനീസ്. അതായത് രണ്ട് കമ്പനീസിൻ്റെയും എന്ത് കണ്ടുപിടിക്കണം? വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക? അത് നമുക്ക് നോക്കാം എങ്ങനെ കണ്ടുപിടിക്കാൻ. വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇസ് ഈക്വൽ ടു എന്താണ്? ഇപ്പം KEയും KDയും അതായത് ഡെപ്റ്റും ഇക്വിറ്റി മാത്രമുള്ള കേസാണെങ്കിൽ KE ഇൻറ്റു വെയ്റ്റ് ഓഫ് ഇക്വിറ്റി പ്ലസ് KD ഇൻറ്റു വെയ്റ്റ് ഓഫ് ഡെപ്റ്റ്. ഇതാണല്ലോ എന്തെന്ന് പറയുന്നത്? വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? KEയും അതുപോലെ തന്നെ KDയും ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ എന്ത് ചെയ്താൽ മതി? വെയ്റ്റ് ഓഫ് ഇക്വിറ്റിയും അതുപോലെ തന്നെ വെയ്റ്റ് ഓഫ് ഡെപ്റ്റും ചെയ്താൽ എന്ത് കിട്ടും? വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കിട്ടും. ഓക്കെ, ഇത് നമ്മൾ ഈ ഇക്വേഷൻ തന്നെ നമ്മൾ ഡിറൈവ് ചെയ്തെടുത്താൽ ഇങ്ങനെ ഒരു ഇക്വേഷനിലേക്ക് വരും. ഇതൊന്നുമില്ല, ജസ്റ്റ് എന്താണ്, ഇപ്പം ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള ഫോർമുലൊക്കെ തന്നെയാണിത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇത് KE ആണ്. KE എത്ര ആണോ എന്ന് വെച്ചാൽ അതിവിടെ കൊടുക്കുക. ഇത് KD ഡെപ്റ്റിൻ്റെ കോസ്റ്റ് കൊടുക്കുക, ഡിവൈഡഡ് ബൈ രണ്ടിൻ്റെയും വെയ്റ്റ്സ് തമ്മിൽ ആഡ് ചെയ്യുക. വെയ്റ്റ്സ് ആഡ് ചെയ്യാന്ന് ഉദ്ദേശിച്ചത് വെയ്റ്റ്സിൻ്റെ പേഴ്സൻറ്റേജ് അല്ല ഇവിടെ ആഡ് ചെയ്യേണ്ടത്. അതായത് എത്ര, ഇപ്പോൾ 10 lakh ആണ് ഡെപ്റ്റ് എന്ന് വെച്ചാൽ 10 lakh ഡെപ്റ്റ് അല്ല ഇക്വിറ്റി 10 lakh ആണെന്ന് വെച്ചാൽ 10 lakh ഇക്വിറ്റി. ഇപ്പോൾ 2 lakh ഡെപ്റ്റ് എന്ന് വെച്ചാൽ 2 lakh ഡെപ്റ്റ് എന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്യാം. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? KE ഇത് പേഴ്സൻറ്റേജിലായിരിക്കും, ഇതും പേഴ്സൻറ്റേജിലായിരിക്കും. ഈ രണ്ട് പേഴ്സൻറ്റേജും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട്, അതായത് വെയ്റ്റ് ഓഫ് ഇക്വിറ്റി
ടോട്ടൽ വെയ്റ്റ്സിൻ്റെ എത്രയാണ് ഇക്വിറ്റിൻ്റെ വെയിറ്റ് എന്നുള്ളത് പെർസെൻറ്റേജിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യുന്നതാണ് എന്ത് ഈ രീതി എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ വാല്യൂ വെച്ചിട്ട്, അതായത് ഇപ്പോൾ കെ ഇ ഒരു 1 lakh ആണ് ഇവിടുത്തെ കെ ഇ വരുന്നത്, കെ ഡി വരുന്നത് ഒരു 20,000 ആണ്. അപ്പം ഇവിടെ എങ്ങനെയാണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുക? കെ ഇ 1 lakh പ്ലസ് 1,20,000 ഡിവൈഡഡ് ബൈ 12 lakh എന്ന് വരും. അതാണ് എന്ത് 10% ആണ് കെ ഡി വരുന്നത്, അല്ല കെ ഒ വരുന്നത്. ഇനി ഇതേ തന്നെ നമ്മൾ എന്തിൽ ചെയ്യുകയാണെങ്കിൽ കെ ഇ ഇൻറ്റു വെയിറ്റ് ഓഫ് ഇക്വിറ്റി പ്ലസ് കെ ഡി ഇൻറ്റു വെയിറ്റ് ഓഫ് ഇക്വിറ്റി വെച്ച് ചെയ്യുകയാണെങ്കിലോ, ഇത് കെ ഇ എത്രയാണ് ഇവിടെ വരുന്നത്, ഇത് രണ്ടിനെയും നമ്മൾ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാം. 1 lakh ഡിവൈഡഡ് ബൈ 10 lakh എന്ന് പറയുമ്പം 10% ഇൻറ്റു എത്രയാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്, 12 lakh 10 lakh എന്ന് പറയുമ്പം 10 lakh divided by 12 lakh is equal to 83.33% പ്ലസ് ഡെപ്റ്റിൻ്റെതും 10% തന്നെയാണ് വരുന്നത്. കാരണം എന്താണ് 2 lakh ഇവിടെ 20,000 ആയി. ഇത് ഞാൻ ജസ്റ്റ് എക്സാമ്പിളിന് വേണ്ടി കാണിച്ചു തരാണ്. 10% ഇൻറ്റു എത്രയാണ് അത് പെർസെൻറ്റേജ് വരുന്നത്, 16.67% ഇസ് ഈക്വൽ ടു 88.33% പ്ലസ് 1.667% ഇസ് ഈക്വൽ ടു 10% എന്ന് വരും. അത് തന്നെയാണ് എന്ത് നമുക്ക് ഇവിടെ കിട്ടുന്നതും ഒക്കെ സെയിം തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടും ഒരേ ഇക്വേഷൻ തന്നെയാണ്. ജസ്റ്റ് ഇക്വേഷൻ എങ്ങനെയാണ് ഒന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തു എന്നേ ഉള്ളൂ. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതായിരിക്കും, എന്നാലൊന്ന് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? അപ്പം വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കെയിൻ്റെ വെയിറ്റ് അതുപോലെ തന്നെ കെയിൻ്റെ വെയിറ്റിനെ കെയിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ കേഡിൻ്റെ വെയിറ്റിനെ കേഡിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അതായത് ടോട്ടലായിട്ട് നമ്മുടെ കയ്യിലുള്ള ഫണ്ട്സിന് വരുന്ന വെയ്റ്റഡ് ആവറേജ് ആയിട്ടുള്ള കോസ്റ്റ് എത്രയാണെന്നുള്ളത്. അതായത് നമ്മുടെ ടോട്ടൽ ഫണ്ട്സ് ഇൻറ്റു ഈ പെർസെൻറ്റേജ് ഈ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടലായിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഫണ്ട്സിന് വരുന്ന കോസ്റ്റ് കിട്ടും. ഓക്കെ, അങ്ങനെയും വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അതിനെയാണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഇവിടെ ഈ കേസിൽ കണ്ടുപിടിക്കുക? വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ ഓൾറെഡി ഒരു റിലേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താണ് വാല്യൂ ഓഫ് ദ ഫേം എന്ന് പറഞ്ഞാൽ എന്താണ്? വാല്യൂ ഓഫ് ദ ഫേം ഈസ് ഈക്വൽ ടു EBIT ഡിവൈഡഡ് ബൈ KO എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എവിടെ? ബാക്കിയുള്ള എല്ലാ മെത്തേഡ്സിലും നമ്മൾ ഇത് പഠിച്ചിട്ടുണ്ട്. അതായത് 4 മെത്തേഡ്സിലും ഇത് ആപ്ലിക്കബിളും ആണ്. കാരണം ഇത് നമുക്ക് ചെയ്താൽ നേരെ കിട്ടും, കാരണം അവിടെ ഒന്നും ടാക്സ് ഇല്ല. ബട്ട് ഇൻ ദിസ് കേസ് അപ്രോച്ച് വിത്ത് ടാക്സിൽ ടാക്സ് ഉണ്ട്. അപ്പോൾ നമുക്കൊന്നും ഒരിക്കലും EBIT ഡിവൈഡ് ബൈ KO ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇതല്ല നമ്മുടെ ഏണിങ്സ് വരുന്നത്. ഏണിങ്സിൽ നമ്മൾ എന്ത് കൂടി കൺസിഡർ ചെയ്യണം? ടാക്സിനെയും കൂടി കൺസിഡർ ചെയ്യണം. ടാക്സും കൂടി കഴിഞ്ഞിട്ടുള്ള ബാക്കി എമൗണ്ട് ആയിരിക്കും എന്ത് വരുന്നത്, നമുക്ക് എന്ത് വരുന്നത്, ഏണിങ്സ് ആയിട്ടുണ്ടാവുക. അപ്പം അത് നമ്മൾ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിനെ കൊണ്ട് വാല്യൂ ഓഫ് ദ ഫേം ഇങ്ങനെ നമുക്ക് ചെയ്താൽ കിട്ടൂല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? സാധാ പോലെ, അതായത് ആദ്യം നമ്മൾ ഡെപ്റ്റിൻ്റെ കോസ്റ്റ് എത്രയെന്ന് കാണുക, അതുപോലെ തന്നെ ഡെപ്റ്റിൻ്റെ വെയിറ്റ് എത്രയെന്ന് കാണുക, അതുപോലെ ഇക്വിറ്റിൻ്റെ കോസ്റ്റ് ഇക്വിറ്റിൻ്റെ വെയിറ്റ് ഒക്കെ വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് എടുക്കേണ്ടി വരും. അപ്പോൾ ആദ്യം തന്നെ കേസിൽ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു വർക്കിംഗ് നോട്ട് പോലെ എഴുതാം.
കമ്പ്യൂട്ടേഷൻ ഓഫ് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ആദ്യത്തത് EBIT ആണ്. EBIT 2,50,000 ആണ്. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, ഇൻട്രസ്റ്റ് ലെസ് ചെയ്ത് 1,20,000 EBT കിട്ടി. EBT നിന്ന് എന്ത് ചെയ്യാണ്, ടാക്സ് ലെസ് ചെയ്യാണ്. ടാക്സ് എത്രയാണ്, 30% ആണ്. 30% ടാക്സ് ലെസ് ചെയ്യുമ്പോൾ 1,30,000 × 30% 39,000 ആണ് ടാക്സ് വരുന്നത്. അത് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ EAT കിട്ടും. EAT എത്രയാണ് വരുന്നത്, 91,000 ആണ് EAT വരുന്നത്. EATയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, EAT നിന്നായിരിക്കും നമ്മൾ ഡിവിഡൻ്റൊക്കെ കൊടുത്ത് എല്ലാം ചെയ്യുന്നത്. അതായത് ഇതായിരിക്കും എന്ത്, ഏണിങ്സ് അവൈലബിൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഇത് തന്നെയാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയുമായിട്ട് നമുക്ക് ഇത് കണക്കാക്കാം. ഓക്കെ, അപ്പം ലിവേർഡ് ഫേമിലുള്ള ഇത് ഏത് ഫേമാണ്, ഇത് ലിവേർഡ് ഫേം. അൺലിവേർഡ് ഫേം വരുമ്പോൾ 2,50,000 തന്നെ ആയിരിക്കും, ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ EBT എത്ര വരും, 2,50,000 തന്നെ വരും. അതിൽ നിന്ന് ടാക്സ് ലെസ് ചെയ്യുമ്പം 2,50,000 × 30% = 75,000 ആയിരിക്കും ടാക്സ് വരുന്നത്. 75,000 ടാക്സ് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ 1,75,000 ആണ് അവിടുത്തെ EAT, ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് വരുന്നത്. ഇപ്പോൾ രണ്ട് കേസിലും ഇങ്ങനെയാണ് വരിക. അതായത് ഒന്നിൽ പിന്നെ 91,000, രണ്ടാമത്തേൽ 1,75,000. ഓക്കെ ആണല്ലോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആദ്യം തന്നെ നമുക്ക് പിന്നെ KE എത്രയാണെന്ന് കണ്ടുപിടിക്കാം. KE എത്രയാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം തന്നെ നമുക്ക് എന്ത് വേണം, ഈ ഇക്വിറ്റിൻ്റെ വെയിറ്റ് എത്രയാണെന്നുള്ളത് വേണം. അതായത് നമ്മുടെ ഈ ക്യാപിറ്റലിൽ ഇക്വിറ്റി എത്ര ഉണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. കാരണം ഇവിടെ എത്രയാണ് ഇക്വിറ്റി ഉള്ളതെന്നൊന്നും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് എന്താ പറഞ്ഞിട്ടുള്ളൂ, 10 lakh ഡിബെഞ്ചേഴ്സിൻ്റെ എമൗണ്ട് 10 lakh ഉണ്ട് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മൾക്കറിയാം ഓൾറെഡി നമ്മൾ എന്ത് ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, 11,75,000 ആണ് വാല്യൂ ഓഫ് ദ ഫേം എന്ന് നമ്മൾ കണ്ടു. ഓക്കെ, ഈ 11,75,000 എന്ന് പറഞ്ഞാൽ എന്താണ്, വാല്യൂ ഓഫ് ദ ഫേം എന്ന് പറഞ്ഞാൽ എന്താണ്, വാല്യൂ ഓഫ് ഡെപ്റ്റും വാല്യൂ ഓഫ് ഇക്വിറ്റിയും കൂടി ആഡ് ചെയ്തതാണ് എന്ത്, വാല്യൂ ഓഫ് ദ ഫേം എന്ന് പറയുന്നത്. അപ്പം വാല്യൂ ഓഫ് ഡെപ്റ്റ് നമുക്കറിയാം, അങ്ങനെയാണെങ്കിൽ വാല്യൂ ഓഫ് ഇക്വിറ്റി നമുക്ക് കണ്ടുപിടിച്ചൂടെ. അപ്പം വാല്യൂ ഓഫ് ഇക്വിറ്റി ഇസ് ഈക്വൽ ടു 11,75,000 minus 10 lakh is equal to 1,75,000 ആണ് വാല്യൂ ഓഫ് ഇക്വിറ്റി വരുന്നത്. അപ്പോൾ ഇനി KE എത്രയാണ്, KE എങ്ങനെ കണ്ടുപിടിക്കുക, KE is equal to ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് ഓൾറെഡി തന്നിട്ടുണ്ട്, ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ വാല്യൂ ഓഫ് ഇക്വിറ്റി. Value of equity is equal to 1,75,000 divided by 91,000 divided by 1,75,000 is equal to 91,000 divided by 1,75,000 0.52 എന്ന് കിട്ടും. ഓക്കെ, അപ്പം നമ്മൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് നമുക്ക് ഓൾറെഡി അറിയാലോ, എത്രയാണ്, 10% ആണെന്ന് നമുക്ക് അറിയാലോ. 10% അല്ല, ഇവിടെ എത്രയാണ് പറയുന്നത്, 12% ആണ്. 12% ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയാലോ. ആ 12% ആണോ, അല്ല. KD ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എന്താണ് KD എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ കോസ്റ്റാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ കോസ്റ്റ് ഇത്രയും വരുന്നുണ്ടോ, 12% നമുക്ക് കോസ്റ്റ് വരുന്നുണ്ടോ, ഇല്ല. കാരണം അവിടെ ടാക്സ് സേവിങ് ഉണ്ട്. ആ ടാക്സ് സേവിങ് ലെസ് ചെയ്തിട്ടുള്ള ബാക്കി എമൗണ്ട് ആയിരിക്കും നമുക്ക് കോസ്റ്റ് വരുന്നത്. അപ്പോൾ KD നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ആ ടാക്സ് സേവിങ് കൂടി കുറയ്ക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, ആഫ്റ്റർ ടാക്സിൽ കൺവേർട്ട് ചെയ്യാൻ 12% ഇൻറ്റു, ഇത് നിങ്ങൾ ഓൾറെഡി ഇതിൽ പഠിച്ചിട്ടുണ്ടാവും, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനെക്കൊണ്ട് ഞാൻ അധികം ഇതിൻ്റെ കോൺസെപ്റ്റ് ഒന്നും പറയുന്നില്ല. 1 - 0.3 is equal to
8.4% എന്ന് വരും. ഓക്കെ, അതാണ് എന്തെന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് വരുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാണാം. വെയ്റ്റഡ് ആവറേജ് കമ്പ്യൂട്ടേഷൻ ഓഫ് weighted average cost of capital is equal to ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കോസ്റ്റ് എത്ര എഴുതാം, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എഴുതാം, വെയിറ്റ് പെർസെൻറ്റേജ് വേണമെങ്കിൽ എഴുതാം. എന്നിട്ട് കെ എത്ര എന്ന് കണ്ടുപിടിക്കാം. അപ്പം ആദ്യം തന്നെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഫസ്റ്റ് കേസ് എത്രയാണ്, ആദ്യം പർട്ടിക്കുലേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തേതിൽ ഇക്വിറ്റിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എത്രയാണ്, 52% വരുന്നുണ്ട് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. വെയിറ്റ് എത്രയാണ് വരുന്നത്, 1,75,000 ആണ് വെയിറ്റ് വരുന്നത്. ഈ പെർസെൻറ്റേജ് നമുക്ക് ഈ ടോട്ടലും കൂടി എഴുതിയിട്ടാണ് കണ്ടുപിടിക്കാൻ പറ്റുക. അപ്പോൾ അത് നോക്കാം. ഇനി ഡെപ്റ്റിൻ്റെ കേസോ, ഡെപ്റ്റ് എത്ര വരുന്നുണ്ട്, 8.4% ആണ് ഡെപ്റ്റിൻ്റെ കോസ്റ്റ് വരുന്നത്. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. അതിൻ്റെ വെയിറ്റ് എത്രയാണ് വരുന്നത്, 10 lakh ആണ് അതിൻ്റെ വെയിറ്റ് വരുന്നത്. അപ്പോൾ ടോട്ടൽ 11,75,000 ആണ് ഉള്ളത്. അപ്പം 1,75,000 ഡിവൈഡഡ് ബൈ 11,75,000 ഈസ് ഈക്വൽ ടു 14.89% ആണ് എന്ത് പറയുന്നത് ഇവിടെ വെയിറ്റ് വരുന്നത്. രണ്ടാമത്തെ കേസിലോ 10 lakh ഡിവൈഡ് ബൈ 85.106 ആണ് എന്ത് വരുന്നത് രണ്ടാമത്തേൽ വെയിറ്റ് വരുന്നത്. ഓക്കെ, ടോട്ടൽ 100%. അപ്പോൾ ഇനി കെ ഒ എങ്ങനെ ചെയ്യാം, നമുക്ക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻറ്റു വെയിറ്റിൻ്റെ പെർസെൻറ്റേജ് ചെയ്താൽ നമുക്ക് കെ ഒൻ്റെ ഓരോ കോമ്പൗണ്ട്സ് കിട്ടും. 52% ഇൻറ്റു 14.89% is equal to 7.7428%. രണ്ടാമത്തത് 84% ഇൻറ്റു 8.4% into 85.106% is equal to 7.148904%. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, കെ ഒ കിട്ടും. കെ ഒ ഇപ്പോൾ എത്രയാണ്, 7.1489 പ്ലസ് 7.7428 is equal to 14.89% എന്ന് വരും. അതായത് 14.89% ആണ് ഇവിടുത്തെ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വരുന്നത്. ഓക്കെ ആണോ? ഇത് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് കേസിൽ നമുക്ക് വരുന്ന കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഫസ്റ്റ് കേസിൽ, അതായത് ഡെപ്റ്റ് ഇക്വിറ്റി മാത്രമുള്ള കേസിൽ വരുന്നത് 20% ആണ്. ഇവിടെ നമ്മളുടെ ഇക്വിറ്റി ഡെപ്റ്റ് ഉള്ളതിൽ എത്ര വരുന്നുള്ളൂ, 14.89% വരുന്നുള്ളൂ. ഈ ഒരു ഡിഫറൻസിൻ്റെ കാരണം എന്താണ്, ആ ടാക്സ് സേവിങ് കാരണമാണ് വാല്യൂ ഓഫ് ഇത് കുറയാൻ കാരണം. ഇത് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയാൻ കാരണം ആ ഇൻട്രസ്റ്റിൻ്റെ ആ സേവിങ് കാരണമാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എന്തെന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. അതായത് വെയ്റ്റ്സ്, ഓരോന്നിൻ്റെ വെയ്റ്റ്സ് കാണുക, ഓരോന്നിൻ്റെ കോസ്റ്റ് കാണുക, എന്നിട്ട് ഓരോന്നിൻ്റെ വെയ്റ്റ്സ് കണ്ടിട്ട് അതിൻ്റെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിന് വേറൊരു ഷോർട്ട് കട്ട് ഉണ്ട്. അപ്പോൾ ഈ ഷോർട്ട് കട്ട് നിങ്ങൾ MCQ യൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ആൻസർ ശരിയാണോ നോക്കാനൊക്കെ വേണ്ടി യൂസ് ചെയ്യുക. കഴിയുന്ന എക്സാമിന് ICA ഒക്കെ ഈ മെത്തേഡിലാണ് ചെയ്യല്. അപ്പോൾ ICA ചെയ്യുന്ന മെത്തേഡിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. പക്ഷേ മറ്റേ മെത്തേഡിൽ ചെയ്താലും ഉത്തരം പെട്ടെന്ന് തന്നെ കിട്ടും. അതായത് ഒരു ജസ്റ്റ് സെക്കൻഡ്സിനെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, ഉത്തരം കിട്ടുന്ന രീതിയാണ് രണ്ടാമത്തെന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഈ ഒരു ഇക്വേഷൻ, അതായത് നമ്മൾ ഈ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് ശരിക്കും നമ്മളെ മുന്നേ പഠിച്ചിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്ന് തന്നെ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുള്ള കാര്യമാണ്.
അതായത് ജസ്റ്റ് നിങ്ങൾക്ക് എന്താ അറിയാം, EBIT ബൈ ഇത് എക്സ്ട്രാ ആണ്, EBIT ബൈ KO ഈസ് ഈക്വൽ ടു വാല്യൂ ഓഫ് ദ ഫേം എന്നറിയാം. ഓക്കെ, എന്നാൽ ഈ കേസിൽ എന്തുണ്ട്, അതായത് ഇവിടെ ഡെപ്റ്റ് ഉണ്ട്, അല്ല ഡെപ്റ്റും ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ടാക്സ് ഉണ്ട്. ടാക്സ് ഉള്ളപ്പോൾ നമ്മുടെ ഏണിങ്സ് എത്രയാണ്, EBIT ആണോ നമ്മുടെ ഏണിങ്സ് വരുന്നത്? അല്ല, EBIT അല്ല നമ്മുടെ ഏണിങ്സ് വരുന്നത്. EBITയിൽ നിന്നും നമ്മൾ എന്ത് ലെസ് ചെയ്യണം, EBITയിൽ നിന്ന് 1 - ടാക്സ് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ ആണ് നമ്മുടെ ഏണിങ്സ് കിട്ടുക. അതായത് ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് വരുന്നത് എന്താണ്, EBITയിൽ നിന്ന് 1 - ടാക്സ് ലെസ് ചെയ്താൽ. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, EBIT എന്നല്ലേ നമ്മൾ ടാക്സ് ലെസ് ചെയ്യുന്നത്, എന്തുകൊണ്ട് EBITയിൽ നിന്ന് ചെയ്തു? ഇപ്പം ഞാൻ പറഞ്ഞുതരാം. അതായത് EBITയിൽ നിന്ന് 1 - ടാക്സ് ലെസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ, ശരിക്കും നമ്മുടെ കയ്യിൽ അതായത് ഫുൾ ടോട്ടലി അത് ഒരു അൺലിവേർഡ് ഫേമിൽ, അൺലിവേർഡ് ആയിട്ടുള്ള ഫേം ആയിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മുടെ കയ്യിൽ ഉണ്ടാവുക? EBITൻ്റെ മുകളിൽ EBIT തന്നെ ആയിരിക്കും നമ്മുടെ EBIT വരുന്നത്, കാരണം അവിടെ ഇൻട്രസ്റ്റ് ഇല്ലല്ലോ. അപ്പം അതിൻ്റെ മുകളിൽ തന്നെ ആയിരിക്കും നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ടാക്സ് അടക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് എത്രയാണ് ഉണ്ടാവുക, EBITയിൽ നിന്ന് ടാക്സ് ലെസ് ചെയ്ത എമൗണ്ട്. അതായത് ഇപ്പോൾ ഒരു EBIT 1 lakhും അതുപോലെ തന്നെ ടാക്സ് 50% ആണെങ്കിൽ 1 - 50%, 1 - 50% ആയിരിക്കും എന്തെന്ന് പറയുന്നത്, EAT വരുന്നത്. ദാറ്റ് ഈസ് 50,000. ഈ 50,000 ഡിവൈഡഡ് ബൈ 10% ആയിരിക്കും എന്തെന്ന് പറയുന്നത്, അല്ല ഞാൻ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻത്തെ എക്സാമ്പിൾ തന്നെ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ നോക്കുകയാണെങ്കിൽ എത്ര ഉണ്ട് ഇവിടെ, EBIT 2,50,000 ആണ്, ഇൻട്രസ്റ്റ് 1,20,000 ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക, EBITയിൽ നിന്ന് നേരെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, EBIT into 1 - tax is equal to 2,50,000 into 1 - 0.03 divided by KO. ഓക്കെ, ഇതാണ് വാല്യൂ ഓഫ് ദ ഫേം വരുന്നത്. വാല്യൂ ഓഫ് ദ ഫേം എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇവിടെ വരുന്നത്, 11,75,000 ആണ് വരുന്നത്. ഓക്കെ, അപ്പം ഇത് എത്ര വരും, 1,75,000 ഡിവൈഡഡ് ബൈ 75,000 ഡിവൈഡഡ് ബൈ KO ഇസ് ഈക്വൽ ടു 11,75,000 എന്ന് വരും. ഓക്കെ ആണല്ലോ. അപ്പം നമുക്ക് ഇവിടെ ഓൾറെഡി ഇക്വേഷനിൽ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും, KO എത്ര എന്നുള്ളത് കിട്ടും. അതായത് KOനപ്പുറത്തേക്ക് ഇട്ട് വാല്യൂ ഓഫ് ഫേം അടിയിലേക്ക് ഇട്ടാൽ നമുക്ക് കിട്ടും. അപ്പോൾ എങ്ങനെയാണ് വരിക, 1,75,000 ഡിവൈഡഡ് ബൈ 11,75,000 ഈസ് ഈക്വൽ ടു KO എന്ന് വരും. 1,75,000 divided by 11,75,000 is equal to 14.89% വരും. ഇത് കണ്ടോ നിങ്ങൾ കിട്ടിയത്? ഇത് ഓൾ കേസിൽ ഏത് കേസിലാണെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്താൽ കിട്ടും. അതായത് നിങ്ങൾ ജസ്റ്റ് എന്ത് മാത്രം ചെയ്താൽ മതി, EBIT into 1 - tax ഡിവൈഡഡ് ബൈ വാല്യൂ ഓഫ് ദ ഫേം ചെയ്താൽ എന്ത് കിട്ടും, നിങ്ങൾക്ക് KO കിട്ടും. ഇനി നേരെ മറിച്ച് നിങ്ങൾക്ക് വാല്യൂ ഓഫ് ദ ഫേം കിട്ടുകയാണെങ്കിലോ, EBIT into 1 - tax ഡിവൈഡഡ് ബൈ എന്ത് ചെയ്താൽ മതി, KO ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്ത്, ഈ ഡെപ്റ്റിൻ്റെ സേവിങ് ഉണ്ടല്ലോ, ആ ഡെപ്റ്റിൻ്റെ സേവിങ് എന്താ നിങ്ങൾ കൺസിഡർ ചെയ്യാത്തത്, ഡെപ്റ്റിൻ്റെ സേവിങ് എവിടെയാണ് വരിക എന്നുള്ളത് ചോദിക്കും. അപ്പോൾ
ആ ഡെപ്റ്റിൻ്റെ സേവിങ് നമ്മൾ എവിടെ എടുക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മൾ കെ ഡി എങ്ങനെയാണ് എടുക്കുക. വാട്ട് ഈസ് ദ കെ ഡി? കെ ഡി എന്ന് പറഞ്ഞാൽ നമ്മൾ കോസ്റ്റ് കമ്പ്യൂട്ടേഷന് വേണ്ടി കെ ഡി എടുക്കുമ്പോൾ നമ്മളിവിടെ ഓൾറെഡി മുകളിൽ എന്താണ് എടുത്തിട്ടുള്ളത് നോക്കുക. കെ ഡി 8.4% ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ 8.4% എന്താണ്? ടാക്സ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അതായത് ടാക്സിൻ്റെ സേവിങ് നമ്മൾ അതിൽ നിന്ന് കുറച്ചിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത് കെ ഡി എന്ന് പറയുന്നത്. കെ ഡി 8.4% ആണ്. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, അതായത് നമ്മളിപ്പം ഇവിടെ സേവിങ് ആയിട്ട് കാണിച്ചിട്ടുള്ള എമൗണ്ട് എത്ര എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾക്ക് എത്ര 12% ആണ് വരുന്നത് കോസ്റ്റ്. ബട്ട് നമ്മൾ ആ ഇൻട്രസ്റ്റിൻ്റെ സേവിങ് നമ്മൾ അതിൽ നിന്ന് ലെസ് ചെയ്തിട്ടാണ് 8.4% ആയിട്ട് മാറിയിട്ടുള്ളത്. അപ്പോൾ അത് ഡിനോമിനേറ്റർ നമ്മൾ കുറയുന്ന അനുസരിച്ച് എന്താണ് ചെയ്യുക? ഡിനോമിനേറ്റർ കുറയുകയാണെങ്കിൽ നമ്മുടെ വാല്യൂ ഓഫ് ദ ഫേം കൂടുകയല്ലേ ചെയ്യുക. ഡിനോമിനേറ്റർ കുറയുന്ന അനുസരിച്ച് നമ്മുടെ നോമിനേറ്ററിലുള്ളതിൻ്റെ വാല്യൂ കൂടുകയാണ് ചെയ്യുക. അപ്പം ആ ഒരു ഡിനോമിനേറ്ററിലുള്ള 8.4% ആയതുകൊണ്ട് ആ ഡെപ്റ്റിൻ്റെ സേവിങ് നമ്മൾ എന്ത് ചെയ്തു? ആ കോസ്റ്റ് ഓഫ് ഡെപ്റ്റിൽ തന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു പോയി. അപ്പോൾ പിന്നെയും നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെയും നമ്മൾ EB8ൻ്റെ കൂടെ ഇൻട്രസ്റ്റ് ആഡ് ചെയ്ത് പിന്നെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അങ്ങനെ EB8 ലെസ് 1 - ടാക്സ് ചെയ്തിട്ട് E8 ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് കിട്ടിയാൽ അതിൻ്റെ കൂടെ ഇൻട്രസ്റ്റ് ആഡ് ചെയ്യുക. അതായിരിക്കും എന്തെന്ന് പറയുന്നത് ലിവേർഡ് ഫേമിലെ ഏണിങ്സ് എന്ന് പറയുന്നത്. എന്താണ് ഒരു ലിവേർഡ് ഫേമിലെ ഏണിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലിവേർഡ് ഫേമിലെ ഏണിങ്സ് എന്ന് പറഞ്ഞാൽ ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് പ്ലസ് ഇൻട്രസ്റ്റ് ആയിരിക്കും ഒരു ലിവേർഡ് ഫേമിലെ ഏണിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ടൈമിൽ എന്ത് ചെയ്യാൻ പാടില്ല? കെ ഡിനെ ഒരിക്കലും പിന്നെ ആഫ്റ്റർ ടാക്സിലേക്ക് മാറ്റാൻ പാടില്ല. ആഫ്റ്റർ ടാക്സിലേക്ക് മാറ്റാൻ പാടില്ല. കാരണം എന്താണ്? ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ കെ ഡി ആഫ്റ്റർ ടാക്സിലേക്ക് മാറിയാൽ എന്താകും? ഞാൻ ഓൾറെഡി മുന്നേ നിങ്ങൾക്ക് കാണിച്ചു തന്നു. എന്ത്? ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ 10% ചെയ്യുമ്പോൾ 5% ചെയ്യുമ്പോൾ ഉള്ള മാറ്റം കാണിച്ചു തന്നു. കാരണം ഒരിക്കലും ആ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യില്ല, അതായത് വാല്യൂ ഓഫ് ഡെപ്റ്റ് ഒരിക്കലും അതിൻ്റെ ഇരട്ടിയാവുന്നില്ല. കാരണം അതന്നെ ആയിരിക്കും ആ ഇൻട്രസ്റ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പം അതിനെ കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? കെ ഡിയിൽ പിന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യരുത്. അതായത് ഇവിടെ നമ്മൾ ഓൾറെഡി ഇൻട്രസ്റ്റ് ആണ് എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യരുത്? ഈ കെ ഡി ആഫ്റ്റർ ടാക്സ് ആകരുത്. അതായത് ബിഫോർ ടാക്സ് തന്നെ നമ്മൾ ഡിനോമിനേറ്ററിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിൽ കിട്ടിയ അതേപോലെ തന്നെ കിട്ടും. അതായത് EB8 × 1 - ടാക്സ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയ പോലെ തന്നെ ഇവിടെ കിട്ടും. അപ്പോൾ ഇത് നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആവുന്നുണ്ടെങ്കിൽ ഇത് നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. അതായത് EB8 × 1 - ടാക്സ് ഡിവൈഡഡ് ബൈ വാല്യൂ ഓഫ് ദ ഫേം ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് KO കിട്ടും. ലിവേർഡ് ഫേമിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അൺലിവേർഡ് ഫേം ആണെങ്കിലും നമുക്ക് ഇത് അപ്ലിക്കബിൾ ആണ്. രണ്ട് ഫേം ആണെങ്കിലും എന്ത് ചെയ്താൽ മതി? EB8 × 1 - ടാക്സ് ഡിവൈഡഡ് ബൈ KO ചെയ്താൽ വാല്യൂ ഓഫ് ദ ഫേം കിട്ടും. അപ്പോൾ ഈ KOയിലാണ് എന്ത് അഡ്ജസ്റ്റ് ആവുന്നത്? ആ ടാക്സിൻ്റെ സേവിങ് ഹിയർ അഡ്ജസ്റ്റഡ്. ടാക്സ് സേവിങ് ഹിയർ അഡ്ജസ്റ്റഡ്. സോ പിന്നെ നിങ്ങൾ ടാക്സ് സേവിങ് എവിടെ എന്ന് ചൊല്ലിയിട്ട് പിന്നെ ആഡ് ചെയ്യാനൊന്നും നിൽക്കണ്ട. അപ്പം ഓൾറെഡി ഇവിടെ ഈ KOയിൽ അഡ്ജസ്റ്റ് ആയിരിക്കും. ആ ഡെപ്റ്റിൻ്റെ നമ്മൾ ആ സേവിങ് ലെസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഇനിയും ഞാൻ ഫുള്ളായി ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടി പറയുന്നില്ല. അത്രയും പറഞ്ഞാൽ നമ്മളെ ടൈം കുറേ പോകും. അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്നതായിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഷോർട്ട് കട്ടിൽ വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാം. അതായത് EB8 ഡിവൈഡ് ബൈ KO ചെയ്താൽ എന്ത് കിട്ടും? നിങ്ങൾക്ക് വാല്യൂ ഓഫ് ദ ഫേം കിട്ടും. അത് സാധാ ഡെപ്റ്റ് ഇല്ലാത്ത, അതായത് ടാക്സ് ഇല്ലാത്ത കേസിൽ. ടാക്സ് ഉള്ള കേസിൽ നമ്മളെ ഏണിങ്സ് എത്രയാണ് വരുന്നത്? EB8 ന്ന് 1 - ടാക്സ് ലെസ് ചെയ്തിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത്